മഹാന്മാരായ ഔലിയാക്കളുടെ ലോകമെന്ന് പറയുന്നത് വിശാലമായ ഒരു ലോകമാണ്. അത് നമുക്ക് ആലോചിച്ചാൽ പിടുത്തം കിട്ടുകയില്ല. അങ്ങനെ ആ വലിയതായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മുഅ്മിനീങ്ങളായ നമുക്ക് അവരെ കൊണ്ട് ബറക്കത്തെടുക്കുവാനും അവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും അതിലുമെല്ലാം ഉപരിനാൾ ആഖിറത്തിലേക്കുള്ള അവർ നമ്മുടെ വസീലകളായി നമ്മളെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാനുള്ളവരാണ്. അത് തിരിയേണ്ടവർക്ക് തിരിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാഷണൽ ഹോസ്പിറ്റലിലാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പ് നമ്മൾ ഉറൂസിന സംഭവം പറഞ്ഞിട്ടുണ്ട്. അന്ന് തങ്ങളുപ്പാപ്പയെ പരിശോധിക്കുന്ന ഡോക്ടർ ഒരു അമുസ്ലിമാണ്. അനുജനായ ബിച്ചുകോയ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജ്യേഷ്ഠനെന്തോ ഒരു ദൈവിക ശക്തി വല്ലതുണ്ട്, ഒരു മാന്ത്രിക ശക്തി വല്ലതും. എന്താ മൂപ്പരെ പരിപാടി എന്ന് ചോദിച്ചു. അതിങ്ങനെ ഒരു ആരാണ്? എന്നാൽ ഞാൻ 100 കണക്കിന് രോഗികളെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അവരിലൊന്നുമില്ലാത്ത ഒരു അനുഭവം എനിക്ക് ഈ രോഗിയിൽ നിന്നുണ്ട്. ഡോക്ടർ തിരിച്ചറിയാം. ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, എനിക്കൊരു വിഷയം മൂപ്പരോടൊന്ന് പറയാണ്ട്, അതൊന്ന് പറഞ്ഞുകൂടെന്ന് വെച്ചു. അത് പറയാം. അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വൈഫിനും ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഒരു പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്, അതിൽ വിജയിക്കണം. അതാണ് പറയാനുള്ളത്. അപ്പൊ തങ്ങൾ പാപ്പ ചെന്നാണ്ട് പറഞ്ഞു, നിങ്ങളെ നോക്കുന്ന ഡോക്ടറാണ്, മൂപ്പർക്ക് ഒരു വിഷയം പറയാനുണ്ട് അത്രേ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഉടനെ തന്നെ ബാപ്പു തങ്ങൾ പറഞ്ഞവര് രണ്ടുപേരും വിജയിച്ചു പോയി. അതിൽ ആ ഡോക്ടർ ചെയ്ത പണി എന്താ നിങ്ങള്? കാലുമ്പ കണ്ടു വീണു തങ്ങൾ പാപ്പാൻ. നമ്മളെല്ലാരും കയ്യെല്ലാം പിടിച്ച് കുത്തല്ല. തിരണ്ടവർക്ക് തിരിഞ്ഞാൽ കാലുമുത്ത്. 10-15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടാണ് ആ കാലിൽ നിന്ന് ഡോക്ടർ മൂക്കെടുത്തത് എന്ന് തങ്ങൾ പാപ്പ പറഞ്ഞതാ. സാക്ഷിയാണ്. കാരണം അവർക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു ഇത് വല്ലാത്ത ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ.